നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മുടെ മാത്സിന്റെ ഓണം എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന്റെ രണ്ടാമത്തെ പാർട്ട് വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് പറഞ്ഞുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻസിന്റെ ബാക്കി ഭാഗം നോക്കാം. അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫാക്ട്സും ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് തൊട്ടടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് തന്നെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 8ന്റെ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള രണ്ട് മൾട്ടിപ്പിൾസിന്റെ പ്രോഡക്റ്റ് 384 ആണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അവർ പറയുന്ന എ പാർട്ട് ക്വസ്റ്റ്യൻ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. അതിലെ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള മൾട്ടിപ്പിൾസിൽ ഒരാൾ നമുക്ക് എക്സ് എന്ന് എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഫാക്ട്സിനെ റിലേറ്റ് ചെയ്ത് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഫോം ചെയ്യുക എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് എക്സ് ആണ് ആദ്യത്തെ നമ്പർ എങ്കിൽ അതിന്റെ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 8ന്റെ തന്നെ രണ്ടാമത്തെ മൾട്ടിപ്പിൾ ആരായിരിക്കും എന്നതാണ് ചോദ്യം. അപ്പൊ നമുക്ക് നോക്കാം, 8ന്റെ മൾട്ടിപ്പിൾസ് എഴുതി കഴിഞ്ഞാൽ 8, അത് കഴിഞ്ഞ് വരുന്ന മൾട്ടിപ്പിൾ 16, അത് കഴിഞ്ഞ് വരുന്ന മൾട്ടിപ്പിൾ 24, അത് കഴിഞ്ഞ് വരുന്ന മൾട്ടിപ്പിൾ 32 എക്സെട്ര ഇങ്ങനെ പോകും. ഇതിൽ നമുക്കറിയാം 8ൽ നിന്ന് 6ലോട്ട് എത്തണമെങ്കിൽ നമ്മൾ വീണ്ടും എന്ത് തന്നെ ആഡ് ചെയ്യണം? ഒരു 8 തന്നെ ആഡ് ചെയ്യണം. 6ൽ നിന്ന് 24ൽ എത്തണമെങ്കിലും വീണ്ടും എന്ത് തന്നെ ആഡ് ചെയ്യണം? ഒരു 8 തന്നെ ആഡ് ചെയ്യണം. 24ൽ നിന്ന് 32ൽ എത്തണമെങ്കിൽ വീണ്ടും എന്ത് തന്നെ ആഡ് ചെയ്യണം? 8 തന്നെ ആഡ് ചെയ്യണം. അപ്പൊ അതിന്റെ മീനിങ് എന്താ? 8ന്റെ ഒരു മൾട്ടിപ്പിളിൽ നിന്നും തൊട്ടടുത്ത മൾട്ടിപ്പിളിലേക്ക് എത്തണമെങ്കിൽ വീണ്ടും എന്ത് തന്നെ ആഡ് ചെയ്യണം? 8 തന്നെ ആഡ് ചെയ്യണം. ഇത് തന്നെയാണ് എല്ലാ മൾട്ടിപ്പിൾസിന്റെയും കാര്യം. ഇപ്പൊ 5ന്റെ ഒരു മൾട്ടിപ്പിളിൽ നിന്ന് തൊട്ടടുത്ത 5ന്റെ മൾട്ടിപ്പിളിൽ എത്താൻ 5 തന്നെ ആഡ് ചെയ്യുക. 6ന്റെ ഒരു മൾട്ടിപ്പിളിൽ നിന്നും തൊട്ടടുത്ത 6ന്റെ മൾട്ടിപ്പിളിൽ എത്താൻ 6 തന്നെ ആഡ് ചെയ്യുക. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലായി, ഒരു നമ്പർ 8ന്റെ മൾട്ടിപ്പിൾ നമുക്ക് എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ തൊട്ട് അടുത്ത് വരുന്ന കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 8ന്റെ മൾട്ടിപ്പിൾ കിട്ടണമെങ്കിൽ ഈ എക്സിനോട് നമ്മൾ എത്ര ആഡ് ചെയ്യണം? 8 ആഡ് ചെയ്യണം. അങ്ങനെ നമ്മുടെ രണ്ട് 8ന്റെ മൾട്ടിപ്പിൾസിനെ നമുക്ക് എക്സും എക്സ് പ്ലസ് 8 എന്നും സെലക്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇവയുടെ പ്രോഡക്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 8 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പ്രോഡക്റ്റ് ആയിട്ട് ആര് വരുമെന്നാണ്? 384 വരും. ഇതാണ്. വേണമെങ്കിൽ നമുക്ക് ഇക്വേഷൻ എന്ന രീതിയിൽ കാണിക്കാൻ ഈ ബ്രാക്കറ്റ് മാറ്റി എക്സിനെ അകത്തോട്ടിയിട്ട് മൾട്ടിപ്ലൈ. അപ്പൊ എന്ത് കിട്ടും? എക്സ് ഇൻറ്റു എക്സ് നമുക്ക് എന്ത് കിട്ടും? എക്സ് സ്ക്വയർ എന്ന് കിട്ടും. പ്ലസ് 8 ഇൻറ്റു എക്സ് എന്ന് എഴുതാം, 8x എന്ന് എഴുതാം, ഈക്വൽ ടു എന്താണ്? 384. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടി. ഇതാണ് അവർ എ പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത്. ബി പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ടും രണ്ട് നമ്പേഴ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ബി പാർട്ടിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന രണ്ട് നമ്പറും എന്ത് ചെയ്യുക? നമ്മൾ കണ്ടുപിടിക്കുക എന്നതാണ്. അതായത് ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ അറേഞ്ച് ചെയ്യുക. ആദ്യം എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക, അതിൽ നിന്ന് രണ്ടാമത്തെ 8ന്റെ മൾട്ടിപ്പിളിലൂടെ എഴുതുക. ഇവിടെ ഇപ്പൊ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, നമ്മുടെ ഇക്വേഷൻ ലെഫ്റ്റ് സൈഡിൽ 2 ടേമുകൾ മാത്രമേ ഉള്ളൂ. 2 ടേമുകൾ മാത്രമായിട്ട് നമുക്ക് ഒരിക്കലും കംപ്ലീറ്റ് സ്ക്വയറിന്റെ ഫോമിലോട്ട് ആക്കാൻ പറ്റില്ല. അപ്പൊ കംപ്ലീറ്റ് സ്ക്വയറിലോട്ട് എത്തണമെങ്കിൽ 3 ടേമുകൾ വേണമെന്ന് നമുക്കറിയാം. അപ്പൊ മൂന്നാമത്തെ ടേമിനെ എങ്ങനെ കൊണ്ടുവരും? അതാണ് നമ്മൾ ആ ചാപ്റ്ററിൽ സ്ക്വയർ കംപ്ലീഷൻ, വർഗത്തികവ് എന്ന ഭാഗത്തിൽ പഠിക്കുന്ന കാര്യങ്ങൾ. എന്തൊക്കെയാ പഠിക്കുന്നത്? അതായത് ആദ്യം നമ്മുടെ കയ്യിലുള്ള ആൾക്കാർ അതുപോലെ എഴുതാം, എക്സ് സ്ക്വയർ പ്ലസ് എന്ന് എഴുതാം 8x. ഇനി മൂന്നാമത്തെ ടേമിനെ നമുക്ക് കൊണ്ടുവരണം. അത് കൊണ്ടുവരാൻ ചെയ്യേണ്ടത് എക്സിന്റെ കോഎഫിഷ്യന്റ് നമ്മൾ സെലക്ട് ചെയ്യുക. അത് ആരെന്ന് മനസ്സിലായി? 8. ആ കോഎഫിഷ്യന്റ് ഹാഫ് എടുക്കുക, അതായത് 8/2. ആൻസർ എത്രയെന്ന് കിട്ടുന്നു? 4. ആ കിട്ടുന്ന ആൻസറിന്റെ സ്ക്വയർ എടുക്കുക, 4ന്റെ സ്ക്വയർ എത്രയെന്ന് വരുന്നു? 16. ഈ 3 സ്റ്റെപ്പുകൾ നമ്മൾ ചെയ്യണം. എക്സിന്റെ കോഎഫിഷ്യന്റ് എടുക്കണം, അതിന്റെ ഹാഫ് എടുക്കണം, കിട്ടുന്ന ആൻസറിന്റെ സ്ക്വയർ എടുക്കണം. ഇവിടെ നമുക്ക് ആൻസർ 16 ആണെന്ന് കിട്ടി. ഇനി ചെയ്യേണ്ടത് നമ്മുടെ കയ്യിലുള്ള ഇക്വേഷന്റെ രണ്ട് സൈഡിലും, അതായത് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഈ കിട്ടുന്ന ആൻസർ നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. റൈറ്റ് സൈഡിൽ വരുമ്പോൾ 384 ഉണ്ടായിരുന്നു, അതിനോട് നമ്മൾ 16 ആഡ് ചെയ്യും. ഇപ്പൊ ലെഫ്റ്റിൽ നോക്കിയാൽ കൃത്യമായിട്ട് 3 ടേമുകൾ നിങ്ങൾക്ക് കാണാം. ഇങ്ങനെ ചെയ്ത് കിട്ടുന്ന ആൻസർ ഷുവർ ആയിട്ട് ഒരു കംപ്ലീറ്റ് സ്ക്വയർ ആയിരിക്കും. അപ്പൊ അടുത്ത ചോദ്യം, ഇത് ആരുടെ സ്ക്വയർ ആയിട്ടാണ് എഴുതേണ്ടത്? അതിനുവേണ്ടി വളരെ സിമ്പിൾ ആയിട്ട് 2 കാര്യങ്ങൾ നമ്മൾ ആലോചിച്ചാൽ മതി. ഒന്നാമത്തെ ടേമിന്റെ റൂട്ട് അങ്ങ് എടുക്കുക. എക്സ് സ്ക്വയറിന്റെ റൂട്ട് നമുക്കറിയാം, സ്ക്വയർ റൂട്ട് വരുമ്പോൾ അവന്മാർ ക്യാൻസൽ ആയിട്ട് എക്സ് എന്ന് എഴുതാം. പിന്നെ നോക്കേണ്ടത് രണ്ടാമത്തെ ടേം നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. മൂന്നാമത്തെ ടേം എടുത്തിട്ട് അതിന്റെയും റൂട്ട് എടുത്താൽ മതി. 16 ആണ്, 16 റൂട്ട് എടുക്കുമ്പോൾ എത്രയെന്ന് കിട്ടുന്നു? 4 എന്ന് കിട്ടുന്നു. അപ്പം ഇനി നമ്മൾ നോക്കേണ്ടത് ഇവരെ തമ്മിൽ കണക്ട് ചെയ്യേണ്ട സൈൻ എന്താണ്? നോക്കിയേ, മേളിൽ നിൽക്കുന്ന ഇക്വേഷൻ എല്ലാം ഇവിടെയും പ്ലസ് ആ നിൽക്കുന്നത്, ഇവിടെയും എന്താ നിൽക്കുന്നത്? പ്ലസ്. എല്ലാ ടേമുകളും പ്ലസ് ആയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇവർക്കിടയിൽ നമ്മൾ കൊടുക്കേണ്ട സൈൻ എന്താ? പ്ലസ്. ഈ കിട്ടുന്ന x+4ന്റെ സ്ക്വയർ ആയിരിക്കും മേളിൽ നിൽക്കുന്ന 3 ടേമുകൾ. ഇനി
ഇതാ ഈ രണ്ടാമത്തെ ടേം പ്ലസിന് പകരം മൈനസ് ആയിരുന്നെങ്കിൽ കൃത്യമായിട്ടും എക്സിന് 4നും ബിറ്റ്വീൻ ആയിട്ട് നമ്മൾ എന്ത് കൊടുക്കണം? മൈനസ് സൈൻ കൊടുക്കണം. അത് നമ്മൾ ഓർത്ത് വെക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ് കാര്യം. ഈക്വൽ ടു റൈറ്റ് സൈഡിൽ 384ഉം 16ഉം ഉണ്ടായിരുന്നു. കൃത്യമായിട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എത്രയെന്ന് പറയാം? 400 എന്ന് പറയാം. ഇനി നമ്മുടെ എക്സ് കിട്ടാൻ വേണ്ടി വേറൊന്നും ചെയ്യേണ്ട. മുന്നേ പറഞ്ഞ നമ്മൾ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ഈ സ്ക്വയറിനെ അങ്ങ് മാറ്റണം. സ്ക്വയർ മാറ്റാൻ റൂട്ട് എടുക്കുക. ലെഫ്റ്റ് സൈഡിൽ റൂട്ട് സ്ക്വയർ ആയിട്ട് ക്യാൻസൽ ആയിട്ട് ആൻസർ എന്ന് കിട്ടുന്നു x+4 എന്ന് കിട്ടുന്നു. റൈറ്റ് സൈഡിൽ കൃത്യമായിട്ട് 400ന്റെ റൂട്ട് നമുക്ക് എടുക്കാം. 400ന്റെ റൂട്ട് കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എത്രയാണ്? 20 ആണ് കിട്ടുന്നത്. അപ്പൊ അതിൽ നിന്ന് എക്സ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? +4നെ കൂടെ റൈറ്റിലോട്ട് മാറ്റും. റൈറ്റിലോട്ട് മാറ്റുമ്പോൾ +4 എന്തായിട്ട് മാറും? -4. അതായത് 20 - 4 എന്ന് കിട്ടുന്നു. 20 - 4 നമുക്ക് ആൻസർ എത്ര എന്ന് പറയാം? 16 എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്ന ആദ്യത്തെ 8ന്റെ മൾട്ടിപ്പിൾ എക്സ് എന്ന് പറയുന്നത് എത്രയാണെന്ന് പറയാം? നമുക്ക് 16 ആണെന്ന് പറയാം. രണ്ടാമത്തെ മൾട്ടിപ്പിൾ കൃത്യമായിട്ട് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. x+8 ആണ് ആ മൾട്ടിപ്പിൾ. അപ്പൊ രണ്ടാമത്തെ മൾട്ടിപ്പിൾ കിട്ടാൻ രണ്ടാമത്തെ മൾട്ടിപ്പിൾ x+8 ആണ്. ആ x+8 കിട്ടാൻ വേണ്ടി എക്സിന്റെ സ്ഥാനത്ത് അതിന്റെ വാല്യൂ കൊടുക്കുക. എക്സിന്റെ സ്ഥാനത്ത് 16 ആ കിട്ടിയത്. അപ്പൊ 16 + 8 എത്രയെന്ന് പറയാം? നമുക്ക് 24. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യുന്ന രണ്ട് 8ന്റെ മൾട്ടിപ്പിൾസ് ചോദിച്ചാൽ ഏതൊക്കെയാന്ന് പറയാം? 16ഉം 24ഉം ആണെന്ന് പറയാം. ഇതും നമ്മുടെ സ്ക്വയർ ഡയറക്റ്റ് ആയിട്ടൊരു കംപ്ലീറ്റ് സ്ക്വയറിലോട്ട് നമ്മൾ മാറ്റുന്നു. ആ സ്ക്വയറിനെ മാറ്റി കഴിഞ്ഞാൽ ഡയറക്റ്റ് ആൻസറിലോട്ട് വരുന്ന രീതിയിലുള്ള ഒരു പ്രോബ്ലം ആണ്. സ്ക്വയർ കംപ്ലീഷൻ എന്ന് പറയുന്ന ഭാഗം വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ ചാപ്റ്ററിലെ പല പ്രോബ്ലംസും നമ്മുടെ ഫൈനൽ ആ ചാപ്റ്ററിന്റെ അവസാനം പഠിക്കുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന ഇക്വേഷനിലോട്ട് പോവാതെ സ്ക്വയർ കംപ്ലീഷൻ വെച്ച് പല പ്രോബ്ലവും സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം? സോൾവ് ചെയ്തെടുക്കാം. കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. വീണ്ടും നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസസ് എന്ന് പറയുന്നത് സാധ്യതകളുടെ ഗണിതം എന്ന ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ കുറച്ച് ലെങ്ത് ആണെങ്കിൽ കാര്യങ്ങൾ വളരെ സിമ്പിൾ ആണ്. നമുക്ക് നമ്പേഴ്സിനെ കുറിച്ച് ബേസിക് ആയിട്ട് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇതിന്റെ ആൻസർ ചെയ്യാൻ പറ്റും. കൃത്യമായിട്ട് അവർ പറയുന്നത് നമ്പേഴ്സ് ഫ്രം 1 to 10 ആർ റിട്ടൺ ഓൺ സ്ലിപ്സ് ഓഫ് പേപ്പർ ആൻഡ് പുട്ട് ഇൻ എ ബോക്സ്. അതായത് ഒരു ബോക്സിനകത്ത് 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ്. തൽക്കാലം ഞാൻ ബോക്സ് വരയ്ക്കുന്നില്ല, നമ്പേഴ്സ് ജസ്റ്റ് ഇവിടെ എഴുതാം. 1 2 3 4 5 6 7 8 9 10 അങ്ങനെ 10 നമ്പേഴ്സ് നമ്മുടെ ഒരു ബോക്സിനകത്തുണ്ട്. എന്നിട്ട് നമ്മൾ ബോക്സിലോട്ട് നോക്കാതെ എന്ത് ചെയ്യുന്നു? അതിൽ നിന്നൊരു സ്റ്റെപ്പ് സെലക്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അവന് എ പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ പ്രൈം നമ്പർ? ഈ കിട്ടിയ അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന 10 നമ്പേഴ്സിൽ നിന്നും ഒരു പ്രൈം നമ്പർ കിട്ടേണ്ട പ്രോബബിലിറ്റി. പ്രൈം നമ്പർ കിട്ടേണ്ട പ്രോബബിലിറ്റി ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ 1 തൊട്ട് 10 വരെ പ്രൈം നമ്പേഴ്സ് ആരൊക്കെയാന്ന് അറിയാം. പ്രൈം നമ്പേഴ്സിനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതിനെ വിശ്വസിക്കുന്നു. വണ്ണം ആ എടുക്കുന്ന നമ്പര് മാത്രം ഫാക്ടേഴ്സ് ആയിട്ട് വരുന്ന സംഖ്യകളെ നമ്മൾ പറയുന്ന പേരാണ് പ്രൈം നമ്പേഴ്സ്. ഒരു എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ 2 എടുക്കുന്നു. 2ന്റെ ഫാക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ 2വിനെ നമുക്ക് 2 കൊണ്ട് അതേ നമ്പറായി 2 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതുകൊണ്ട് 2 ഒരു ഫാക്ടറാണ്. പിന്നെ 2വിനെ 1 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതുകൊണ്ട് 1 ഒരു ഫാക്ടറാണ്. അങ്ങനെ 1ഉം ആ നമ്പറായ നമ്മൾ സെലക്ട് ചെയ്ത നമ്പറായ 2 മാത്രമേ ഫാക്ടറായിട്ട് വരുന്നുള്ളൂ. അതുകൊണ്ട് 2 ഒരു പ്രൈം നമ്പറാണ്. ഇതുപോലെ 1 തൊട്ട് 10 വരെയുള്ള നമ്പേഴ്സ് എടുക്കുമ്പോൾ പ്രൈം നമ്പേഴ്സ് ആയിട്ട് വരുന്ന ആൾക്കാർ ആരൊക്കെയാണ്? 2 വരും. അതുപോലെ എടുത്ത ആരായിരിക്കും? 3 വരും. പിന്നെ വരുന്ന ആള് 5 ആണ്. പിന്നെ ഉള്ള ഒരാളാരാണ്? 7 ആണ്. അങ്ങനെ 1 തൊട്ട് 10 വരെയുള്ള നമ്പേഴ്സിനകത്ത് 4 പ്രൈം നമ്പേഴ്സേ ഉള്ളൂ. 2 3 5 7. അങ്ങനെയാണെങ്കിൽ പ്രൈം നമ്പർ കിട്ടേണ്ട പ്രോബബിലിറ്റി എങ്ങനെ ചെയ്യാൻ പറ്റും? ആദ്യം ടോട്ടൽ നമ്പേഴ്സ് 1 തൊട്ട് 10 വരെ ടോട്ടൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? 10 നമ്പേഴ്സ്. അതിൽ പ്രൈം നമ്പേഴ്സിന്റെ എണ്ണം എത്രയാണ് നമ്മൾ മനസ്സിലാക്കി? 4. അപ്പൊ 4 എന്താണ്? 10 ആണ് പ്രോബബിലിറ്റി ആയിട്ട് വരുന്നത്. പക്ഷെ അവിടെ നമുക്ക് രണ്ടും 2ന്റെ ഈവൻ നമ്പേഴ്സ് ആയിട്ട് 2 കൊണ്ട് സിംപ്ലിഫൈ ചെയ്യാം. 2 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 4നകത്ത് 2 ടൈംസ് കിട്ടുന്നു. 10നകത്ത് എത്ര ടൈംസ് വരുന്നു? 5 ടൈംസ്. അങ്ങനെ നമുക്ക് ഫൈനൽ ആൻസർ എന്ന് എഴുതാം 2/5 ആണെന്ന് എഴുതാം. ഇനി അടുത്ത് ബി പാർട്ട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ബി പാർട്ട് പറയുന്നത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ മൾട്ടിപ്പിൾ ഓഫ് 3? 3യുടെ മൾട്ടിപ്പിൾ കിട്ടേണ്ട പ്രോബബിലിറ്റി. അവിടെയും നമുക്ക് ടോട്ടൽ നമ്പർ ആദ്യമേ അങ്ങ് കൊടുത്തു വയ്ക്കാം. എത്ര നമ്പറേ ഉള്ളൂ? 10 നമ്പേഴ്സ് ഉണ്ട്. ഇനി നോക്കേണ്ടത് ഇതിനകത്തുള്ള 3യുടെ മൾട്ടിപ്പിൾസ്. 3യുടെ മൾട്ടിപ്പിൾസ് ആരൊക്കെയുണ്ട് ഇതിനകത്ത്? 3യുടെ ഒരു മൾട്ടിപ്പിൾ ആണ്. 6 3യുടെ ഒരു മൾട്ടിപ്പിൾ ആണ്. 9 ആരുടെ മൾട്ടിപ്പിൾ തന്നെയാണ്? 3യുടെ മൾട്ടിപ്പിൾ. അങ്ങനെ 3യുടെ ടോട്ടൽ എത്ര മൾട്ടിപ്പിൾസ് ഉണ്ട്? 3 മൾട്ടിപ്പിൾസ്. അപ്പൊ നമ്മുടെ പ്രോബബിലിറ്റി ചോദിച്ചാൽ എത്രയെന്ന് പറയാം? 3/10. അവിടെ വേറെ സിംപ്ലിഫിക്കേഷൻ കോമൺ ഫാക്ടേഴ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ സിംപ്ലിഫിക്കേഷന്റെ ആവശ്യമില്ല. നമ്മുടെ പ്രോബബിലിറ്റി എത്ര തന്നെയാണ്? 3/10. ഇനി അടുത്ത സി പാർട്ട്. സി പാർട്ട് പറഞ്ഞിരിക്കുന്നത് അവിടെ നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. എന്താണ്? പുതുതായിട്ട് ഒരു നമ്പർ കൂടി
പുതുതായിട്ട് ഒരു നമ്പർ കൂടെ നമ്മൾ ആ ബോക്സിനകത്തേക്ക് ഇടുന്നു. ആ പുതിയ നമ്പർ ആരാ? 11 എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ 11 കൂടെ നമ്മൾ ആ ബോക്സിനകത്തോട്ട് ചേർത്താൽ ഓഡ് നമ്പേഴ്സ് കിട്ടേണ്ട പ്രോബിലിറ്റി. അതായത് ഇപ്പം നമ്മുടെ കയ്യിൽ ടോട്ടൽ എത്ര നമ്പേഴ്സ് ആണ്? 11. 10 നമ്പേഴ്സ് അല്ല, പുതിയ ഒരാളൂടെ വരുമ്പോൾ ടോട്ടൽ 11 നമ്പേഴ്സ്. അതിന് നമുക്ക് ഓഡ് നമ്പേഴ്സ് എത്ര ഉണ്ടെന്ന് നോക്കണം. നോക്കിയ ഓഡ് നമ്പേഴ്സ് എല്ലാവർക്കും അറിയാവുന്നതാ. 1 ഓഡ് നമ്പരാ, 3 ഓഡ് നമ്പരാ, 5 ഓഡ് നമ്പരാ, 7 ഓഡ് നമ്പരാ, 9 ഓഡ് നമ്പരാ, 11 ഓഡ് നമ്പരാ. അങ്ങനെ മൊത്തത്തിൽ 1, 2, 3, 4, 5, 6 നമ്പേഴ്സ്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആൻസർ പറയാം. ഓഡ് നമ്പർ കിട്ടേണ്ട പ്രോബിലിറ്റി എത്രയാണ്? 6/11 എന്ന്. വലിയ കാൽക്കുലേഷൻ ഒന്നും കൂടാതെ ജസ്റ്റ് നമ്പേഴ്സ് നോക്കി നമുക്ക് പറയാൻ പറ്റും. ഇതുപോലെ പ്രോബിലിറ്റിയുടെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ പൊതുവെ കുറച്ച് ലെങ്ത് കാണും. പക്ഷെ ആ ലെങ്ത് എന്ന് കണ്ടതോടെ നമ്മൾ ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്ത് പോരുത്. കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിരിക്കും അതിനകത്തുള്ളത്. ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ 1-2 തവണ വായിച്ച് നോക്കാൻ നമ്മളൊരു ക്ഷമ കാണിച്ചു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ്റെയൊക്കെ സ്കോർ നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്നതാണ്. അതുകൊണ്ട് നന്നായിട്ട് ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കണം. കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ കിട്ടും. ഇത് നമ്മുടെ സർക്കിൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇതേ പിക്ചർ നമ്മൾ ടെക്സ്റ്റ് നന്നായിട്ട് നോക്കുന്നവർക്ക് മനസ്സിലാവുന്ന ഇതേ സെയിം ഫിഗർ ആ ചാപ്റ്ററിന്റെ അവസാന ഭാഗത്തുള്ള സെറ്റ് ക്വസ്റ്റ്യൻസ് നോക്കിയാൽ ഒന്നാമത്തെ ക്വസ്റ്റ്യനായിട്ട് ആ ഭാഗത്തുള്ള ഒന്നാമത്തെ ക്വസ്റ്റ്യനായിട്ട് ഇതിന്റെ പ്രൂഫ് വരെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അത്തരത്തിൽ അതേ പിക്ചറിനെ ബേസ് ചെയ്ത് പ്രൂഫ് ഒന്നും അല്ല, കാൽക്കുലേഷൻ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യനായിട്ട് അതിനെ ചോദിച്ചിട്ടുണ്ട്. കൃത്യമായിട്ടും പറയുന്നു. ഫിഗറിൽ AB എന്ന് പറയുന്നതും CD എന്ന് പറയുന്നതും സർക്കിളിലെ 2 കോഡുകളാണ്. കാണുമ്പോഴേ നമുക്കറിയാം കോഡായിട്ട് നിൽക്കുന്നത്. ആ 2 കോഡുകളെയും പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ആ കോഡുകൾ ഏത് പോയിന്റിൽ വെച്ച് മീറ്റ് ചെയ്യുന്നു? P എന്ന് പറയുന്ന പോയിന്റിൽ വെച്ച് മീറ്റ് ചെയ്യുന്നു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ലെങ്തുകൾ തന്നിട്ട് ഫിഗർ ബേസ്ഡ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ ആദ്യം കൃത്യമായിട്ട് ചെയ്യേണ്ടത് ആ തന്നിരിക്കുന്ന ലെങ്തുകളെ ആ ഫിഗറിലെ കറക്റ്റ് ആയിട്ടുള്ള പാർട്ടുകളിൽ മാർക്ക് ചെയ്യുക എന്നതാണ്. അത് മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും ഇനി ഏതൊക്കെ പാർട്ടുകളാണ് അതിൽ കണ്ടുപിടിക്കേണ്ടത്. അത് വെച്ച് വേണം നമ്മൾ മുന്നോട്ടുള്ള കാൽക്കുലേഷനിൽ പോവാം. കാര്യം നമുക്കിത് കാണുമ്പോഴേ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഒക്കെ നമ്മുടെ മനസ്സിലോട്ട് വരും. ലെങ്ത് ഒക്കെ കുറെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഡയറക്റ്റ് അവർ തന്നിരിക്കുന്ന ലെങ്തിനെ ആ ഈ വാല്യൂസിന്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. പക്ഷേ ചിലപ്പം അവിടെ ആവശ്യമുള്ള ലെങ്ത് ആയിരിക്കില്ല അവർ തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് കിട്ടുന്ന അല്ലെങ്കിൽ തന്നിരിക്കുന്ന ലെങ്തുകളെ കൃത്യമായിട്ടും ആ ഫിഗറിൽ പ്രോപ്പർ ആയിട്ടുള്ള സ്ഥാനത്ത് മാർക്ക് ചെയ്യുക എന്നതാണ് നമ്മുടെ ആദ്യത്തെ ജോലി. ഇവിടെ കൃത്യമായിട്ട് പറയുന്നത് നോക്കുക. AB എത്രയാണെന്ന് തരുന്നു? 10 സെന്റിമീറ്റർ. നമ്മുടെ ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും. AB സർക്കിളിന്റെ ഒരു കോഡാണ്. അത് എത്ര സെന്റിമീറ്റർ തന്നിട്ടുണ്ട്? 10 സെന്റിമീറ്റർ. രണ്ടാമത് പറയുന്ന ലെങ്ത് PD ആണ്, 8 സെന്റിമീറ്റർ. ഇവിടെ നമ്മൾ ആ പുറത്തുള്ള ഈ ചെറിയ ഭാഗമാണ് PD എന്ന് പറയുന്നത്. അത് എത്ര സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്? 8 സെന്റിമീറ്റർ. മൂന്നാമതൊരു ലെങ്ത് പറയുന്നത് PA ആണ്. PA നമ്മൾ നോക്കുമ്പോൾ അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ലെങ്ത് ആണ് P തൊട്ട് A വരെയുള്ള ടോട്ടൽ ലെങ്ത് ആണ് PA. അത് എത്രയാണെന്ന് പറയുന്നു? 16. കണ്ടോ? ഇത്രയും നമ്മൾ മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇനി ഏതൊക്കെ ലെങ്ത് കണ്ടുപിടിക്കണം എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും. അതാണ് കൂട്ടുകാർ ആദ്യം ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യം. എന്നിട്ട് മാത്രമേ നമ്മുടെ ക്വസ്റ്റ്യന്റെ പാർട്ടിലേക്ക് പോകാവൂ. ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് PB? നമ്മുടെ ചോദ്യം ഇവിടെ നിൽക്കുന്ന ചെറിയ പാർട്ടായ PB. ഇത്രയും മാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴേ കാര്യം വ്യക്തമാണ്. ഫുൾ ലെങ്ത് ആയ PA തന്നിട്ടുണ്ട്. അതിന്റെ തന്നെ ചെറിയൊരു പാർട്ടായ AB-യും 10 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ബാലൻസ് വരുന്ന PB ആണ് ചോദ്യം. എപ്പോഴും ബാലൻസ് കണ്ടുപിടിക്കാൻ മൈനസ് ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ PB കിട്ടാൻ എന്ത് ചെയ്താൽ മതി? PB കിട്ടാൻ ടോട്ടൽ ലെങ്ത് ആയ PA-യിൽ നിന്നും നമുക്ക് തന്നിരിക്കുന്ന ലെങ്ത് ആയ ആരെ മൈനസ് ചെയ്താൽ മതി? AB-യുടെ ലെങ്ത് മൈനസ് ചെയ്താൽ മതി. PA കൃത്യമായിട്ട് അവർ തരുന്നു 16 സെന്റിമീറ്റർ ആണെന്ന്. AB-യും അവർ തരുന്നു 10 സെന്റിമീറ്റർ ആണ്. അപ്പൊ 16 മൈനസ് 10 ചെയ്താൽ എത്ര കിട്ടും? 6 സെന്റിമീറ്റർ ആണ് നമുക്ക് ആൻസർ കിട്ടും. അതുകൊണ്ടാണ് പറയുന്നത് കൃത്യമായിട്ട് നമ്മൾ തന്നിരിക്കുന്ന വാല്യൂസ് ആ പിക്ചറിൽ കറക്റ്റ് സ്ഥലത്ത് മാർക്ക് ചെയ്യും. ഇനി അടുത്ത് PC × PD = ഡാഷ് തന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ പിക്ചറിൽ നോക്കിയാൽ ടോട്ടൽ ലെങ്ത് PC ഇവിടെ തന്നിട്ടില്ല, PD മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പൊ PC × PD എങ്ങനെ കണ്ടുപിടിക്കും? PC × PD കണ്ടുപിടിക്കാൻ ഈ പാർട്ടിൽ നമ്മൾ പ്രൂവ് ചെയ്ത റിസൾട്ട് ആണ്. PC × PD ആർക്ക് ഈക്വൽ ആണ്? PA × PB ഈക്വൽ ആണ്. നമ്മൾ കൃത്യമായിട്ട് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഇക്വേഷൻ ആണ്. PA × PB = PC × PD. അപ്പൊ PC × PD കിട്ടാൻ ആരെ കണ്ടുപിടിച്ചാലും മതി? PA × PB കണ്ടുപിടിച്ചാൽ മതി. PA കൃത്യമായിട്ട് നമുക്ക് തന്നിട്ടില്ലേ? PA-യുടെ വാല്യൂ കണ്ടോ? 16 ആണെന്ന് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. അപ്പൊ PA-ക്ക് വരെ നമുക്ക് 16 എന്ന് കൊടുക്കാം ഇൻറ്റു PB. PB-യുടെ വാല്യൂ നമ്മളിപ്പോ കണ്ടുപിടിച്ചില്ലേ? PB-യുടെ വാല്യൂ നമുക്ക് എത്രയാണെന്ന് കിട്ടി? 6 ആണെന്ന് കിട്ടി. അപ്പൊ 16 എന്ത് ചെയ്താൽ മതി? 6 ചെയ്താൽ മതി. കൃത്യമായിട്ട് നമുക്ക് ആൻസർ പറയാം. എത്രയാണെന്ന് പറയാം? 96 ആണെന്ന് പറയാം. അപ്പൊ PA
പി എ ഇൻറ്റു പി ബി ചെയ്തപ്പോൾ നമുക്ക് 96 എന്ന് കിട്ടി. പി എ ഇൻറ്റു പി ബി തന്നെയാണ് ആരുടെയും വാല്യൂ, പി സി ഇൻറ്റു പി ഡിയുടെയും വാല്യൂ. അപ്പൊ പി സി ഇൻറ്റു പി ഡിയും എത്രയാണെന്ന് പറയാം, 96 ആണെന്ന് പറയാം. ഇനി അപ്പൊ കണ്ടുപിടിക്കേണ്ടത് പി സിയുടെ നീളം. അതിന് നമുക്ക് ആ ഡയറക്റ്റ് നമ്മുടെ ഇക്വേഷൻ എഴുതുക. പി എ ഇൻറ്റു എന്താണ്, പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. ഇപ്പൊ നമ്മൾ നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും ഈ ഇക്വേഷനിൽ പി സി പോയിട്ട് ബാക്കി എല്ലാവരെയും നമുക്കറിയാം. പി എ അവർ തന്നിട്ടുണ്ടായിരുന്നു 16 എന്ന്, പി എ അവർ തന്നിട്ടുണ്ടായിരുന്നു 16 എന്ന്, പി ബി നമ്മൾ കണ്ടുപിടിച്ചു 6 ആണെന്ന് കണ്ടുപിടിച്ചു. പി സി ആണ് കണ്ടുപിടിക്കേണ്ടത്. പി ഡിയുടെ വാല്യൂ എത്രയാണെന്ന് പറയാം, പി ഡി തന്നിട്ടുണ്ട് 8 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇനി പി സി അല്ലേ കണ്ടുപിടിക്കേണ്ടത്. പി സി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്യുന്ന 8നെ കൂടെ നമ്മളെ എന്തുകൊണ്ട് കൊണ്ടുപോവാ, ലെഫ്റ്റിലോട്ട് മാറ്റുക. ലെഫ്റ്റിൽ ഉണ്ടായിരുന്ന ആൾക്കാര് 16 × 6 ഉണ്ടായിരുന്നു, ഡിവൈഡഡ് ബൈ 8 ആണ് നമ്മൾ, കാരണം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന 8 അപ്പുറത്ത് പോകുമ്പോൾ ഡിവിഷൻ ആയിട്ട് മാറും. അപ്പൊ ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യാം, 8. 16 നമുക്ക് 8 കൊണ്ട് ഡയറക്റ്റ് കട്ട് ചെയ്യാം, 2 ടൈംസ് എന്ന് കിട്ടും. 2 × 6 നമുക്ക് ആൻസർ എന്ന് പറയാൻ പറ്റും 12 സെന്റിമീറ്റർ ആണ്. ആരുടെ ലെങ്ത് എന്ന് പറയാൻ പറ്റും, പി സിയുടെ ലെങ്ത് എന്ന് പറയാൻ പറ്റും. അപ്പൊ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നിരിക്കുന്ന ലെങ്തുകൾ കൃത്യമായിട്ട് ആ ഫിഗറിൽ മാർക്ക് ചെയ്ത് മനസ്സിലാക്കുക. അപ്പോഴേക്കും നമുക്ക് ബാലൻസ് ഏതൊക്കെ ലെങ്ത് കണ്ടുപിടിക്കണമെന്ന് മനസ്സിലാവും. അങ്ങനെ ഒരു ഐഡിയ കൃത്യമായിട്ട് നമുക്ക് ഉണ്ടെങ്കിൽ ഏതൊക്കെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന് കൃത്യമായിട്ട് ഒരു ഐഡിയയിലോട്ട് എത്താൻ പറ്റും. വളരെ സിമ്പിൾ ആണ്. ആ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി എന്ന ഇക്വേഷനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. ലെങ്ത് വെച്ച് വരുമ്പോഴേ മനസ്സിലാക്കുക സർക്കിളിന്റെ ഈ ഇക്വേഷന്റെ പാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. അത് ഇക്വേഷൻ നന്നായിട്ട് പഠിച്ചു വെച്ച് കൃത്യമായിട്ടുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് കഴിയുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആൻസർ കിട്ടും. കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇതൊരു സ്ഥിരമായിട്ടും സർക്കിളിന്റെ 2 പാർട്ടിൽ നമ്മൾ ഫിഗർ വരയ്ക്കാൻ പഠിക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ പാർട്ടിൽ വരയ്ക്കാൻ പഠിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത് ഇതിനകത്തൊരു കീ വേർഡ് ഉണ്ട്. നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കീ വേർഡ് ഉണ്ട്, സർക്കം റേഡിയസ്. കണ്ടോ, സർക്കം റേഡിയസ് 4 സെന്റിമീറ്റർ. മലയാളത്തിലാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഇങ്ങനെ തന്നിട്ടുണ്ടാവും, പരിവൃത്ത ആരം. ഇങ്ങനെ ഒരു വാക്ക് ആ ക്വസ്റ്റ്യനകത്ത് നമ്മൾ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു വാക്ക് പരിവൃത്തം അഥവാ സർക്കം റേഡിയസ് തന്നിട്ടുണ്ടെങ്കിൽ അതിനോടൊപ്പം ഷുവറായിട്ട് ഒരു 2 ആംഗിളും കൂടെ തന്നിട്ടുണ്ടാവും. 60 ഡിഗ്രി 80 ഡിഗ്രി എന്നാണ് ഇവിടെ ആംഗിൾസ് പറയുന്നത്. ഷുവറായിട്ട് 2 ആംഗിൾ കൂടെ തന്നിട്ടുണ്ടാവും. അപ്പൊ ഇതിന്റെ ഫിഗർ വരയ്ക്കണമെങ്കിൽ നമുക്ക് വരയ്ക്കേണ്ടത് സർക്കം റേഡിയസ് 4 സെന്റിമീറ്റർ ആയ ട്രയാങ്കിൾ. ആ ട്രയാങ്കിളിലെ 2 ആംഗിൾസ് 60 ഡിഗ്രിയും 80 ഡിഗ്രിയും വരുന്ന രീതിയിൽ എന്ത് ചെയ്യണം, വരയ്ക്കണം. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം തന്നിരിക്കുന്ന 2 ആംഗിൾസിനെയും ഡബിൾ ആക്കി മാറ്റുക. അതായത് 60 ഉണ്ട് 80 ഉണ്ട്. തന്നിരിക്കുന്ന 2 ആംഗിളിനെ എന്തൊക്കെ മാറ്റുക, നേരെ ഡബിൾ ആക്കി മാറ്റുക. അതായത് 60യെ ഡബിൾ ആക്കുക. ഡബിൾ ആക്കുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, ഇൻറ്റു 2 ചെയ്താൽ മതി. അപ്പൊ 60യെ ഡബിൾ ആക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, 60യുടെ ഇരട്ടി 120 എന്ന് കിട്ടുന്നു, 120 ഡിഗ്രി. 80യെ ഡബിൾ ആക്കുമ്പോൾ എന്ത് കിട്ടുന്നു, 80യുടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 160 ഡിഗ്രി എന്ന് കിട്ടുന്നു. ഈ 2 ആംഗിൾ നമുക്ക് കിട്ടി. അപ്പൊ 60യും 80യുമാണ് ആംഗിൾ തന്നിരിക്കുന്നതെങ്കിലും നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ആരെയാണ്, 120 160 ആണ് വരയ്ക്കാൻ പോകുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഫിഗർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പൊ വേറൊന്നുമില്ല, ആദ്യം അവർ പറഞ്ഞിരിക്കുന്ന മാതിരി എന്താണ് 4 സെന്റിമീറ്റർ റേഡിയസ് വരുന്നത്. നമ്മളെ കോമ്പസിൽ 4 സെന്റിമീറ്റർ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് 4 സെന്റിമീറ്റർ റേഡിയസ് വരുന്ന രീതിയിൽ എന്ത് വരയ്ക്കുന്നു എന്ന് കരുതുക, ഒരു സർക്കിൾ വരയ്ക്കുന്നു എന്ന് കരുതുക. ഓക്കെ ആണല്ലോ. സർക്കിൾ വരച്ച് കഴിയുമ്പോഴേക്ക് ഷുവറായിട്ട് അതിന്റെ സെന്റർ എവിടെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ സർക്കിളിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള റേഡിയസ് നിങ്ങൾ മാർക്ക് ചെയ്യുക എന്നതാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഒരു റേഡിയസ് മാർക്ക് ചെയ്യും. ഇനി ഈ ഡബിൾ ആക്കി വെച്ചിരിക്കുന്ന 2 ആംഗിൾസും എവിടെ വരത്തക്ക രീതിയിൽ വരയ്ക്കണം, സെന്ററിൽ വരത്തക്ക രീതിയിൽ വരയ്ക്കണം. അപ്പൊ ആദ്യം 120 അല്ലേ എടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ മാർക്ക് ചെയ്ത റേഡിയസിന്റെ മേളിൽ ആംഗിൾ മെഷർ ചെയ്ത പ്രൊട്രാക്ടർ വയ്ക്കുക. നമ്മുടെ റേഡിയസ് നിൽക്കുന്ന സൈഡിൽ നിന്ന് നമ്മൾ ആംഗിൾ മെഷർ ചെയ്ത് ആദ്യം 120 ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ 120 വരുന്ന ആംഗിളിൽ പോയിന്റ് മാർക്ക് ചെയ്യുന്നു. ആ പോയിന്റിനെ നമ്മുടെ സെന്ററുമായിട്ട് ജോയിൻ ചെയ്ത് വരച്ചു കഴിയുമ്പോൾ പുതിയൊരു റേഡിയസുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ടും ഇവിടുത്തെ ഈ 2 റേഡിയസിന് ഇടയ്ക്കുള്ള ആംഗിൾ എത്രയാണെന്ന് നമുക്ക് പറയാം, 120 ഡിഗ്രി ആണെന്ന് പറയാം. അപ്പൊ നമ്മൾ വരയ്ക്കുന്നതോടൊപ്പം അവിടുത്തെ മെഷറും കൂടെ എഴുതി പോകണം, ഇല്ലെങ്കിൽ നമുക്ക് ഏതാണെന്ന് കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് വരയ്ക്കുന്ന ആംഗിൾസ് എല്ലാം കൃത്യമായിട്ട് മെഷറും കൂടെ എഴുതി പോകാൻ ശ്രദ്ധിക്കും. ഇപ്പൊ പുതിയൊരു റേഡിയസ് നമുക്ക് കിട്ടി. ഇനി ഈ പുതിയ റേഡിയസിന്റെ മേളിൽ നമ്മൾ ആരാ വയ്ക്കുന്നു, ആംഗിൾ മെഷർ ചെയ്യുന്ന പ്രൊട്രാക്ടർ വയ്ക്കുന്നു. ആ റേഡിയസ് നിൽക്കുന്ന ഭാഗത്ത് നിന്ന് നമ്മൾ ആംഗിൾ മെഷർ ചെയ്ത് തുടങ്ങി ഏകദേശം 160 വരുന്ന പോയിന്റ് നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക. ഈ റേഡിയസിൽ നിന്ന് തുടങ്ങി 160 വരുന്ന പോയിന്റ് കൃത്യമായിട്ട് മാർക്ക് ചെയ്യുന്നു. ആ പോയിന്റിനെ നമ്മൾ ഏതുമായിട്ട് ജോയിൻ ചെയ്യുക, സർക്കിളിന്റെ സെന്ററുമായിട്ട് ജോയിൻ ചെയ്ത് വരയ്ക്കുക.
അതിന് നമുക്ക് സ്കെയിൽ ഉപയോഗിച്ചുള്ള റേഡിയസ് വരച്ചാൽ മതിയാവും. ഇപ്പൊ നമുക്ക് പറയാം ഇവിടുത്തെ ആംഗിൾ കൃത്യമായിട്ട് നമ്മൾ 160 മെഷർ ചെയ്തിരിക്കുന്നത്. അതായത് ഡബിൾ ആക്കി മാറ്റിയ രണ്ട് ആംഗിളിനെ നമ്മൾ സെന്ററിൽ മാറിക്കും. ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് സർക്കിളിലെ 3 പോയിന്റുകൾ, 3 റേഡിയസ് ഇപ്പൊ നമുക്ക് കാണാൻ പറ്റും. സർക്കിളിന്റെ ബൗണ്ടറിയെ ഈ റേഡിയസ് ടച്ച് ചെയ്യുന്ന 3 പോയിന്റുകൾ കൃത്യമായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. ഈ 3 പോയിന്റുകളെ സ്കെയിൽ ഉപയോഗിച്ച് എന്ത് ചെയ്യാം, സ്ട്രെയിറ്റ് ആയിട്ട് കോഡുകൾ വരച്ച് യോജിപ്പിക്കുക. അത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കൃത്യമായിട്ട് നമുക്ക് ഈ പറഞ്ഞ മാതിരി, അതായത് സർക്കം റേഡിയസ് 4 സെന്റിമീറ്റർ ഉള്ള എന്ത് കിട്ടുന്നു, ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ട്രയാങ്കിളിന്റെ 3 വെർട്ടെക്സിൽ കൂടി സർക്കിൾ പാസ് ചെയ്യുന്നു. അതുകൊണ്ട് അതിന്റെ സർക്കിളാണ്. റേഡിയസ് നമ്മൾ 4 എടുത്തിട്ടുണ്ട്. ഇനി പക്ഷെ പറയുന്ന ആംഗിൾസ് നമുക്ക് കിട്ടോ ഇല്ലെന്ന് നോക്കും. നമ്മൾ പഠിച്ചിട്ടുള്ള റിസൾട്ട് ആണ് ഇവിടെ. സെന്ററിലെ ആംഗിൾ 120 ആണെങ്കിൽ അതിന്റെ നേരെ ഓൾട്ടർനേറ്റിലോട്ട് വരുമ്പോൾ സെന്ററിലെ ആംഗിളിന്റെ ഹാഫിലോട്ട് വരുന്നു അല്ലെ. അപ്പൊ 120യുടെ ഹാഫ് എത്ര കിട്ടുന്നു, നമ്മുടെ ട്രയാങ്കിളിന്റെ ഒരു ആംഗിൾ 60 ഒന്ന് കിട്ടുന്നു. അതുപോലെ ഇവിടെ സെന്ററിൽ 160 ഉണ്ടെങ്കിൽ അതിന്റെ നേരെ ഓൾട്ടർനേറ്റ് പാർട്ടിലോട്ട് വരുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു, ആ 160യുടെ ഹാഫ് ആയിട്ട് മാറുന്നു. 160യുടെ ഹാഫ് എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എത്ര ഡിഗ്രി കിട്ടും, 80 ഡിഗ്രി. അപ്പൊ ട്രയാങ്കിളിന്റെ രണ്ട് ആംഗിൾസ് കൃത്യമായിട്ടും 60, 80 കൊണ്ടുവരാൻ പറ്റി. അവർ പറഞ്ഞിരിക്കുന്ന മാതിരി 4 സെന്റിമീറ്റർ റേഡിയസിലുള്ള സർക്കിളാണ് നമ്മൾ വരച്ചത്. അപ്പൊ സർക്കം റേഡിയസ് എത്ര വരെയും ചെയ്യും, 4 കിട്ടുകയും ചെയ്യും. അങ്ങനെയാണ് ഈ ഫിഗർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ക്വസ്റ്റ്യനിൽ നോക്കേണ്ട കീവേഡ് സർക്കം റേഡിയസ് തന്നിട്ടുണ്ടോ, രണ്ട് ആംഗിളിനെ കുറിച്ച് പറയുന്നുണ്ട്. ചെയ്യേണ്ടത് വേറൊന്നുമില്ല, രണ്ട് ആംഗിൾസിനെ ഡബിൾ ആക്കുക, സെന്ററിൽ ആ ആംഗിൾസിനെ മെഷർ ചെയ്യുക, കിട്ടുന്ന ബൗണ്ടറി, സർക്കിളിന്റെ ബൗണ്ടറിയിൽ കിട്ടുന്ന പോയിന്റുകളെ സ്കെയിൽ ഉപയോഗിച്ച് ജോയിൻ ചെയ്ത് എടുക്കുക. വളരെ സിമ്പിൾ ആണ്. ചോദിക്കുകയാണെങ്കിൽ 4 മാർക്ക് വരെ ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നന്നായിട്ട് വരച്ച് പഠിക്കാം. നമുക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ടെക്സ്റ്റിൽ ഇതേ മോഡലിന്റെ ക്വസ്റ്റ്യൻ പറയുന്നത് ഹാഫ് ആംഗിൾ വെച്ചാണ് ടെക്സ്റ്റിൽ പറയുന്നത്. 32.5 ഡിഗ്രിയും 37.5 ഡിഗ്രി ആംഗിൾ വരുന്ന രീതിയിലാണ് ടെക്സ്റ്റിൽ ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത്. ഹാഫ് ആംഗിൾസ് വെച്ചും ചോദിക്കാം. അതുപോലെ തന്നെ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ഇന്റിജർ നമ്പർ വരത്തക്ക രീതിയിലുള്ള ആംഗിൾസ് വെച്ചും ചോദിക്കാം. സർക്കം റേഡിയസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഈ രീതിക്ക് തന്നെ നമുക്ക് വരച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ കൂട്ടുകാർക്ക് ഇന്ന് പറഞ്ഞ ഇത്രയും ക്വസ്റ്റ്യൻസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഷുവറായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസും അതിലെ ഫാക്ട്സും നമ്മൾ പറഞ്ഞു പോകുന്നത്. നന്നായിട്ട് റിവൈസ് ചെയ്ത് കണ്ട് പഠിക്കുക. നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റും.